ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് സ്വാഗതം. ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. വ്യൂസ് കുറവാണ് എന്നുള്ള ഒരു കാരണം തന്നെയാണ് വീഡിയോ ചെയ്യാതിരിക്കാനുള്ളൊരു കാരണം. ഇപ്പോൾ ഇനി വീണ്ടും ഒരു വീഡിയോ നമുക്ക് ചെയ്തു തുടങ്ങണം, അല്ലെങ്കിൽ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ARM എന്ന് പറയുന്ന അജയൻ്റെ രണ്ടാം വർഷം എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ്. ടൊവിനോ തോമസ് നായകനായിട്ടുള്ള ജിതിൻ ലാൽ സംവിധാനം ചെയ്ത ARM എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ്. ഇന്നലെയാണ് ആ സിനിമ കണ്ടത്. തിയേറ്ററിൽ ഒരു 50% ഒക്യുപ്പൻസി ഉണ്ടായിരുന്നു ഈ 15-ാം ദിവസം എന്ന് പറയുന്നത് ആ ഒരു സിനിമയ്ക്ക് കിട്ടിയ ഒരു സ്വീകാര്യത തന്നെയാണ്. ഈ സിനിമ കാണുവാൻ വേണ്ടിയിട്ട് പ്രായഭേദമന്യേ എന്ന് നമ്മൾ പറയാറുള്ള പോലെ മധ്യവയസ്കരും പ്രായമുള്ളവരും ഒക്കെ ഈ സിനിമ കാണാനായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നേര് എന്ന് പറയുന്ന സിനിമ കാണാൻ പോയപ്പോഴാണ് ഇത്തരത്തിലൊരു അല്ലെങ്കിൽ ഒരു 70 വയസ്സും 75 വയസ്സുള്ള അല്ലെങ്കിൽ 80 വയസ്സുള്ള അല്ലെങ്കിൽ പ്രായഭേദമന്യുള്ള ആളുകളെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും തിയേറ്ററിൽ മസ്റ്റായിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ട ഒരു സിനിമയാണ് ARM എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതിൽ ആദ്യമേ തന്നെ ടൊവിനോൻ്റെ പ്രകടനത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. 3 കഥാപാത്രങ്ങൾ അത് പ്രേക്ഷകരിലേക്ക് കൺവിൻസ് ചെയ്യുന്ന കാര്യത്തിൽ ടൊവിനോ വിജയിച്ചു എന്നുള്ളതാണ്. കേളുവിൻ്റെ കഥാപാത്രമായാലും മണിയനാണെങ്കിലും ഇനി അജയനാണെങ്കിലും ഒക്കെ നമുക്ക് കൺവിൻസ് ചെയ്യാവുന്ന തരത്തിൽ അതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ടൊവിനോ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് ടൊവിനോൻ്റെ കരിയറിലെ ഒരു നല്ല സിനിമ, അല്ലെങ്കിൽ ഇതുവരെയുള്ള ടൊവിനോയുടെ അഭിനയ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിൻ്റ് എന്ന് തന്നെ പറയാം. ഓരോ കഥാപാത്രം ആ മണിയനൊക്കെയായിട്ടുള്ളൊരു പെർഫോമൻസ് എന്ന് പറയുന്നത് നമുക്ക് നോക്കിയിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെല്ലുന്ന ഒരു മാനരസങ്ങൾ ആണ് അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടുള്ള ടൊവിനോ എന്ന് പറയുന്നത്. പിന്നെ സാധാരണക്കാരായിട്ടുള്ള അജയൻ്റെ ഒരു റോൾ, മറ്റ് കഥാപാത്രങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ റോള് ഭംഗിയാക്കി എന്ന് തന്നെ പറയണം. കാര്യം ഓവർ ആക്ടിങ് അല്ലെങ്കിൽ ചളിയടിക്കുക അല്ലെങ്കിൽ കോമഡി ആവശ്യമായി കൊണ്ടുപോകുക, ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ്. ബേസിൽ ജോസഫിൻ്റെ കഥാപാത്രമൊക്കെ വളരെ നന്നായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം ഇതിൻ്റെ ക്യാമറ വർക്കാണ്. ജോമോൻ ടി ജോൺ ആണ് ഇതിൻ്റെ ക്യാമറ വർക്കുകളൊക്കെ. തീർച്ചയായിട്ടും ഇത്തരൊരു മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്രഹ്മാണ്ഡ സിനിമ തന്നെയാണ് ARM. അതിന് ക്യാമറ ചലിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ജോമോൻ ടി ജോണിനെ പോലെയുള്ള ആളുകളുടെ ഒരു ക്യാമറ വർക്കുകൾ നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രേക്ഷകന് സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ കഴിയാത്ത തരത്തിലേക്കാണ് ആ ഒരു ക്യാമറ വർക്കുകൾ. ഇതിൻ്റെ BGM, പശ്ചാത്തല സംഗീതം ഞാൻ വിട്ടുപോയി, പക്ഷേ ആ ഒരു പശ്ചാത്തല സംഗീതം വളരെ വളരെ മനോഹരമായിരുന്നു. ഇടയ്ക്ക് വൈക്കം വിജയലക്ഷ്മിയുടെ ഗാനങ്ങൾ അത് ഈ സിനിമയെ ലിഫ്റ്റ് ചെയ്യുന്നതിൽ പല സിറ്റുവേഷനിൽ ലിഫ്റ്റ് ചെയ്യുന്നതിൽ സഹായിച്ചിട്ടുണ്ട്. തിയേറ്ററിൽ ഒരു 3 മണിക്കൂർ സാധാരണ ഒരു സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ നോക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു ആളുകൾ. പക്ഷേ ഇത് നമുക്ക് സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ കഴിയാത്ത വിധത്തിൽ ഓരോ സീൻസും ഡയറക്ടർ അത് മേക്ക് ചെയ്ത രീതി, അത് ഒരു മലയാള സിനിമയിൽ ഒരു മലയാളിത്തത്തോടു കൂടിയിട്ടൊരു ബ്രഹ്മാണ്ഡ സിനിമ ആണെന്നാണ് എനിക്ക് ARMനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. മറ്റൊന്ന് എടുത്തു പറയുന്നത് ജിതിൻ ലാൽ എന്ന് പറയുന്ന സംവിധായകൻ. അദ്ദേഹം ഓരോ ഷോട്ടുകളും അല്ലെങ്കിൽ ഓരോരോ രംഗങ്ങളും നമുക്ക് പ്രേക്ഷകന് ഒരു രോമാഞ്ചം ഉണ്ടാക്കുന്ന തരത്തിലാണ് കൺവിൻസ് ചെയ്യിച്ചിട്ടുള്ളത്. ഒരു ഭാവി വാഗ്ദാനമാണ് ജിതിൻ ലാൽ. മലയാളത്തിൽ ഇത്തരം ഒരു ബ്രഹ്മാണ്ഡ സിനിമ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബാഹുബലിയോ അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു KGF ഒക്കെ തന്നെയാണ് ഈ ഒരു അജയൻ്റെ രണ്ടാം വർഷം. മലയാളിത്തത്തോടു കൂടിയിട്ട് ഈ ഒരു സിനിമ, ഒരു ബ്രഹ്മാണ്ഡ സിനിമ മലയാളത്തിൽ നിന്ന് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ചെറുപ്പക്കാരൻ്റെ ദീർഘകാലത്തെ വീക്ഷണമാണ്. ഈ ജിതിൻ ലാൽ എന്ന് പറയുന്ന സംവിധായകൻ്റെ ഒരുപാട് കാലത്തെ സ്വപ്നവും പ്രയത്നവുമാണ് ഇത്. ഈ ARM എന്ന് പറയുന്നൊരു സിനിമ തീർച്ചയായിട്ടും മലയാളത്തിലൊരു ഭാവി വാഗ്ദാനമാണ് ജിതിൻ ലാൽ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ മേക്കപ്പിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം ഇതിൻ്റെ സംഘടനകളാണ്. സംഘടന എന്ന് പറയുന്നത് വളരെ ഒരു ബ്രഹ്മാണ്ഡ സിനിമകളൊക്കെ കാണുന്ന തരത്തിലേക്കാണ് ഈ സംഘടനകൾ ഇതിലേക്ക് മേക്ക് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് രോമാഞ്ചം തരുന്ന തരത്തിൽ ആ സംഘടനയൊക്കെ വെറുതെ ഒരു സംഘടനമല്ല. ഇതിൽ വലിയ രീതിയിൽ തന്നെയുള്ള ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്തത് അത് വളരെ കൺവിൻസിങ് ആയിട്ടുണ്ട്, വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഓരോ രംഗങ്ങളും. പിന്നീട് അതിൽ മറ്റൊരു കഥാപാത്രം ഹരീഷ് ഉത്തമനാണ്. ഹരീഷ് ഉത്തമൻ എന്തായാലും ഇതിൽ നല്ല കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ ഒരു വില്ലൻ കഥാപാത്രമാണെങ്കിൽ കൂടി ഹരീഷ് ഉത്തമൻ അദ്ദേഹത്തിൻ്റെ ഒരു നൈസായിട്ടുള്ളൊരു പെർഫോമൻസ് അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ രോഹിണി ആണെങ്കിലും സ്ത്രീ കഥാപാത്രം എന്ന നിലയിൽ വളരെ സൈലൻ്റായിട്ട് അവരുടെ ഒരു മാനറിസങ്ങൾ കൊണ്ടുവരിക പതിവായിട്ടുള്ള അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നായികയായിട്ട് വന്നിട്ടുള്ള നമ്മുടെ കൃതി ഷെട്ടി, തെലുങ്കിൽ നിന്നാണ് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഉപ്പേനെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കൃതി ഷെട്ടിയെ അറിയാം, നൈസ് പെർഫോമൻസ് തന്നെയായിരുന്നു. അതിനേക്കാൾ കൂടുതൽ സുരഭി ലക്ഷ്മിയാണ് ഈ സിനിമയിൽ സ്കോർ ചെയ്തത് എന്ന് പറയേണ്ടി വരുന്നത്. സുരഭി ലക്ഷ്മി ഒരു അസാധ്യ നടിയാണ്, ദേശീയ അവാർഡ് ജേതാവാണ്. നമുക്കറിയാം സുരഭിയെക്കുറിച്ച്. സുരഭിയുടെ ഒരു പെർഫോമൻസ് ഒരു രക്ഷയില്ലാത്തൊരു പെർഫോമൻസാണ്. അപ്പോൾ സ്ത്രീ കഥാപാത്രങ്ങൾ അധികമൊന്നും ഇല്ലെങ്കിൽ കൂടി
സുരഭി ലക്ഷ്മി ഈ സിനിമയ്ക്കകത്ത് നായകനൊപ്പം തന്നെ പ്രാധാന്യത്തോട് കൂടിയിട്ട് നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ്. സോ എന്തായാലും നല്ലൊരു മികച്ച അനുഭവമാണ് ARM എനിക്ക് തന്നിട്ടുള്ളത്. താങ്ക് യു.